അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട്. ഞാൻ നാസർമാനുമാണ്. ഇന്ന് ഞാനുള്ളത് തൃക്കലങ്ങോട് പഞ്ചായത്തില് 11-ാം വാർഡിലെ 85 വയസ്സായ ഫാത്തിമ ഉമ്മാന്റെ അടുത്തുള്ളത്. 60 വർഷത്തോളമായി ഫാത്തിമ ഉമ്മാന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളൊരു ചോർന്നൊലിച്ച് വല്ലാത്തൊരവസ്ഥയുള്ള വീട്. ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് കാശ് കിട്ടി 4 ലക്ഷം ഉറുപ്പിക കിട്ടിയിട്ട് വാർപ്പാവാതെ കിടക്കുകയാണ്. ഉമ്മാന്റെ ഒരു ആഗ്രഹമാണ് പടച്ചവനെ അടച്ചുറപ്പുള്ളൊരു കൂരിയിൽ കിടക്കാനാവുമോ എന്നുള്ളൊരു തോന്നൽ. ഈ പുണ്യ റമദാൻ മാസം നമ്മളൊക്കെ ഒന്ന് മനസ്സ് വെച്ചാല് ഈ വയസ്സായ, അതും പ്രത്യേകിച്ച് ക്യാൻസർ രോഗിയും കൂടിയായ ഉമ്മ, ചികിത്സിക്കാനും പണമില്ല, അന്തിയുറങ്ങാനുള്ള വകുപ്പില്ല, 3 മക്കളാണ്, ആകെയുള്ളൊരു മോന് കിഡ്നി രോഗിയാണ്. എല്ലാം കൊണ്ടും പടച്ചവൻ വലിയ പരീക്ഷണത്തിലാണ് ഉമ്മക്ക്. പക്ഷെ പടച്ചവന്റെ പരലോക ജീവിതത്തില് ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ ഉന്നത പദവി കിട്ടുമെന്ന് ഉറപ്പാ. കാരണം ഇവിടെ കഷ്ടപ്പെടുന്നവർ അവിടെ വിജയികളായിക്കാരം. സത്യമ്മ, അതാണ് ഇവിടുത്തെ സുഖം. ഒരു പരിധിയുണ്ട്, പക്ഷെ അവിടുത്തെ സന്തോഷം നമുക്ക് എന്നുള്ളതാ. ആമീൻ. അപ്പൊ ഉമ്മാന്റെ ഈ സങ്കടം കണ്ടപ്പോ ഇവിടുത്തെ ഞങ്ങൾ ബ്രയാക്ക്, ഞങ്ങൾ സുഹൃത്തും കൂടി കുറെ ദിവസമായി വിളിക്കണം, മോൻസാബെ അതിന്റെ ആ വീടൊന്ന് വാർപ്പാക്കി കിട്ടാനും ഒന്ന് പണ്ടെടുത്ത് കഴിച്ചാനും ആ ഉമ്മാന്റെ രോഗത്തിന് കഴിയുന്ന വേദന ഇല്ലാതിരിക്കാനുള്ള മരുന്ന് മേടിക്കാനൊക്കെ ഉള്ള ചികിത്സക്കുള്ള പണമില്ല. മകനാണെങ്കിലോ രോഗി. അപ്പോൾ ആകെയുള്ളൊരു മോള് കാര്യം ഒഴിവാക്കി ഉമ്മാനെ നോക്കാനായിട്ട് ഇവിടെ ഉണ്ട് അല്ലെ? ഭർത്താവ് ഒഴിവാക്കിയതാ. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏതായാലും ഇപ്പൊ ഫാത്തിമ ഉമ്മാക്ക് എത്ര വയസ്സായി? 85 വയസ്സായി. നിങ്ങളെ ഭർത്താവിന് എന്തേലും ജോലി? പള്ളിക്കല് കബറ്. അപ്പൊ ഏതായാലും 3 മക്കളാണുള്ളത്. മകന് കിഡ്നി രോഗിയാണ്, ഉമ്മാക്ക് ഇങ്ങനത്തെ രോഗമാണ്. ഞങ്ങളുടെ വീടാണെങ്കിലും ആകെ ചോർന്നൊലിച്ച് വല്ലാത്തൊരവസ്ഥയിൽ അല്ലേ? എന്താ പടച്ചോന്റെ അടുത്ത് മുതൽ കുറെ ഉണ്ട്. പടച്ചോൻ കുറെ നല്ല മനുഷ്യരെ ഇറക്കിയിട്ടുണ്ട്. ആ കൊടുത്ത സമ്പത്ത് അത് അള്ളാന്റെ മുതലാന്നുള്ള നെയ്യത്തോടെ നിങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവരെ കാണുമ്പോൾ ചേർത്ത് പിടിക്കുന്ന ആ സഹായം എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെത്തി വീടിയെത്തും. ഉമ്മാന്റെ വിഷമങ്ങള് അള്ള പരിഹരിച്ചു തരും കേട്ടാ. റബ്ബിന്റെ അടുത്ത് മുതലിഷ്ടം പോലെ ഉണ്ട്. കൊട്ടാരത്തിൽ 50,000 സ്ക്വയർ ഫീറ്റ് കിടക്കണവനും ഇതിന്റെ പൊന്നു ഫാത്തിമ ഉമ്മയും ഞാനും ഒക്കെ പോയി കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ വീടിന് ഒട്ട് വലിപ്പണ്ടാ പള്ളിക്കാട്ടിലുള്ള അല്ലേ? ചെറിയ ഒരു ഇടുങ്ങി ഒന്ന് മറിഞ്ഞ് തിരിഞ്ഞ് കിടക്കാൻ പോലും കഴിയാത്തതിലാണ് നമ്മളെ കൊണ്ടേല്. അതാണ് സത്യം. 3 പൊടി മണ്ണിടുവല്ലേ? അപ്പൊ കബറിന്റെ കൂടി പോയി ചവിട്ടം. അത്രയും ആളില്ലേ പരിശുദ്ധിയോടെയാണ് പോയത് ഇല്ലേ? ഇപ്പൊ 22 വർഷമായി മരിച്ചിട്ടില്ലേ? മാപ്പിളക്ക് കുറച്ച് വിവരം കുറവേ അത്യാവശ്യം ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പിളക്ക് മടി ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ബാറൂല മുപ്പത്തെട്ട് ബാറ, ഞാൻ യാസീനാലി മുപ്പത്തേഴ്. ഞാനല്ല എന്റെ പണ്ഡിതന്റെ മകള് മുഹമ്മദ് പണ്ഡിതന്റെ മോളെന്നില്ലേ? ആ മനസ്സിലെ കേട്ടിട്ട്. അല്ലാ തന്നെ അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ പഠിച്ച ഓരോന്നിനൊരു സമയം ഉണ്ടാവും. അല്ലപ്പോ 85 വയസ്സിലാണ് നിങ്ങൾക്ക് നിങ്ങളെ എത്ര മുതലുണ്ട് പറയുന്നത് കോടിക്കണക്കിലുണ്ട്. ഇന്ന് കൊട്ടാരത്ത് കിടക്കണമല്ലോ, നാളെ പള്ളിക്കാട്ട് 6 അടി മണ്ണിന്റെ ഒക്കെ. എന്താണോ സ്ഥിതി? അല്ല നാളെ എന്നുള്ള നാളെ മണ്ണിന്റെ അടിയിൽ എത്തും. ഒരു ഉറപ്പില്ലാത്ത ജീവിതം നമ്മളതേ. എത്രേ മനുഷ്യരാണ് അതാ രാത്രി കേൾക്കാല് പകല് കേൾക്കാം അവിടുന്ന് മരിച്ചു. ഇവിടുന്ന് ഹർക്കാൻ വേണ്ടിട്ട് പെണ്ണുങ്ങൾ ചെന്ന് കജ്ജിങ്ങനെ കാട്ടി പെണ്ണുങ്ങളൊന്നിങ്ങനെ ഇടക്കി കജ്ജിങ്ങനെ കാട്ടിയപ്പോ പെണ്ണുങ്ങള് ഓൻ പോന്നു, പെണ്ണുങ്ങളും അതിന്റെ ഞാൻ പോണു.
അതിൽ വിളിച്ചൊരുവച്ച് ആൾക്കാർ അപ്പുറത്തൊക്കെ വീടുണ്ട് കുഞ്ഞിനൊരൊച്ചുണ്ട് ബസർത്തുക്കാട് മുങ്ങുകയും ചെയ്തു. ഏതാനാന്നും കൂടി പറയാൻ കൂടിയില്ല. അപ്പൊ തന്നെ മരിച്ചു. അതാണ് മനുഷ്യന്റെ കാര്യം. എത്ര ഇപ്പൊ അങ്ങനെ മരിച്ചു. അപ്പൊ ഇതാണ് ജീവിതം സത്യത്തില്. നമുക്ക് അതെ ആമീൻ. അപ്പൊ നമ്മളെ ഉമ്മയാണെന്ന് വിചാരിക്കുക, നമ്മൾക്ക് വയസ്സായ ഒരു മുത്തശ്ശിയാണെന്ന് വിചാരിക്കുക, കാരണം വല്യമ്മ ആണെന്ന് വിചാരിക്കുക. അങ്ങനെ കുറെ നല്ല മനുഷ്യരുണ്ട്. അത് നമ്മളൊക്കെ നമ്മളെ 85 വയസ്സായ ഉമ്മാന്റെ ഈ കണ്ണീരിന് പരിഹാരം കുട്ടിയോട് ഇപ്പം മണ്ണിലിച്ച് വളരെ സന്തോഷം. കണക്കാക്കാത്ത സന്തോഷം എന്തുകൊണ്ടിട്ടാല് എന്റെ കണ്ണമ്മീൻ്റെ അടുക്ക് ഓക്ക് കുറെ കല്യാണക്ക് വരെ വന്നു. ഓൾ ഇന്ത്യ ഇതായി കണ്ടെങ്കിൽ നിൽക്കുകയാണ്. എന്റെ കുട്ടീന്റെ പേരൊക്കെ കുട്ടിക്കൊന്ന് വാർത്തിട്ടിയാൽ പഠിച്ചാൽ എന്റെ കമ്പഞ്ച് നല്ല വാർത്തതാണ് കുട്ടിയെ വെള്ളം പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഇമ്മ കൂടെ സീറ്റൊക്കെ ഇടിച്ചു. വെള്ളം നിന്നിട്ട് അടിയിൽ വെള്ളം നിൽക്കുമ്പോൾ ഓട്ടത്തിൽ കളഞ്ഞു. ഇക്കൊല്ലം പഠിച്ചോനെ ആ ഗതി വരല്ലേ. രാവിലെ വെള്ളിയാഴ്ച നടുവില 10 നിർത്തുമ്പോഴാണ് നേരിട്ട് ഞാൻ അള്ള വലിയവനല്ലമ്മ. അള്ളാഹ്ക്ക് കഴിയാത്തൊന്നുമില്ല. അള്ള ഇവിടുന്ന് എല്ലാ സൗഭാഗ്യം തരുമ്പോ പേടിക്കണം. മണ്ഡലങ്ങളൊക്കെ വന്നു സമാധാനപ്പെടുത്തു ഞാൻ. അല്ലേ അള്ളാഹ് മുതലിവിടെ കുറെ കൊടുക്കുമ്പോ പേടിക്കണം. എന്താ പറയാ ഇവിടുത്തെ സുഖം ഒരു നമ്മൾ ദയ പാടില്ല. മുതൽ പാടില്ല. നമുക്ക് മുതൽ കാര്യം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പ്രകാരം നമ്മൾ നടക്കൂല. ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു ഇവിടെ കിട്ടി. അവിടെ ഇപ്പൊ ചെറുക്കം വെച്ചിട്ട് ചെറുതിന് കൊടുക്കണവന് പേരൊന്ന് കുറച്ചു തരാൻ പറയാറുണ്ട്. നമ്മൾ പുറത്തില്ല, നമ്മൾ ഇരിപ്പാണ്. പുറത്തില്ല പറഞ്ഞാൽ അവനോട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പൊ എന്നോട് പറയാനാണ് കുട്ടിയെ പ്രയാസം ചിലപ്പോൾ കൊണ്ടുണ്ടാകും. അപ്പോൾ പഠിച്ചവനെ സാരില്ല അല്ലേ, നല്ല മനസ്സുകൾക്ക് കൊടുക്കട്ടെ. കാരണം ആമീൻ. കാരണം മുതലായിട്ടൊന്നും ആരും പോവില്ലോ അല്ലേ. അതെ ആമീൻ ആമീൻ ആമീൻ. അപ്പൊ ഞങ്ങള് ഫാത്തിമ ഉമ്മാന്റെ 85 വയസ്സായ ഉമ്മാന്റെ ആഗ്രഹം, ഞാൻ ഉമ്മാനോട് ചോദിച്ചാ ഉംറക്ക് പോയിട്ടുണ്ടോ ജീവിതത്തിലെന്ന്. അങ്ങനെ ഒരു ഭാഗ്യം പടച്ചവൻ തന്നിട്ടില്ല. അങ്ങനെ ഒരു സാമ്പത്തികം ഇല്ലാത്ത വിഷമം പടച്ചവന്റെ തീരുമാനമല്ലേ എന്ന് ഉമ്മ പറഞ്ഞത്. അള്ള തീരുമാനിച്ചാൽ തന്നെ അവിടെ എത്തുള്ളൂ. അപ്പൊ ഉമ്മാന്റെ എന്തെല്ലാം ആഗ്രഹം ഉണ്ടോ അത് അള്ള ഇവിടുന്ന് സാധിപ്പിച്ചു കൊടുക്കട്ടെ. സ്വർഗത്തിൽ അള്ള ഉന്നത പദവി. മരിച്ചുപോയ കാക്ക കബറൊക്കെ കളിച്ചിരുന്ന കാക്കയാണ്. കാരണം 22 വർഷമായി മരിച്ചിട്ട്. കാരണം അദ്ദേഹത്തിന്റെ പരലോക ജീവിതത്തിൽ സന്തോഷം കൊടുക്കട്ടെ അള്ള. നമ്മുടെ ഈ പുണ്യ റമദാൻ മാസം നമ്മളെ സക്കാത്തിന് ഏറ്റവും അർഹതപ്പെട്ട അവകാശമാണ്. വയസ്സായ ഉമ്മ മറ്റൊരു വലിയ മാരക രോഗത്തിനും പാടെ പീഡിക്കപ്പെട്ട് അവസാന ആഗ്രഹം എന്റെ മോളെ സുരക്ഷിതമായിട്ടുള്ള ഒരു സന്തോഷം. ഉമ്മ ഏതായാലും ഇത്രയും 60 വർഷത്തോളം ഈ വീട്ടിൽ തന്നെ. ഇത് 60 വർഷമായില്ല ഈ വീട്. അപ്പൊ വല്ലാത്തൊരു സങ്കടം തന്നെയാണ് ഈ വീട്ടിന്റെ ജീവിതത്തില്. ഇങ്ങനെ എത്ര കൊല്ലായിട്ടും